ഹലോ, വെൽക്കം ടു വടക്കുന്നാഥൻ ഫാമിലി ഒഫീഷ്യൽ വ്ളോഗ്. നമ്മുടെ ത്രയൂട്ടിനെ കൊണ്ട് എഴുത്തിനിരുത്താനായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് മൂകാംബികയിലേക്ക് പോകാൻ സെറ്റായി നിൽക്കുകയാണ്. സാധാരണ നമ്മളിവിടെ തിരുവള്ളക്കാവിലാണ് എഴുത്തിനിരുത്താറ്. പക്ഷേ ഇതിന് പിന്നിലൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ മോനെ കൺസീവ് ആയിരിക്കുന്ന ടൈമിൽ ഏട്ടൻ ഒരു ട്രിപ്പ് പോയപ്പോൾ ഞാൻ കൺസീവ് ആണ് എന്നുള്ളത് അറിഞ്ഞത് മൂകാംബികയിൽ വെച്ചാണ്. ആ ടൈമിൽ ഏട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കുണ്ടാവുന്ന ബേബീനെ മൂകാംബികയിൽ കൊണ്ടുവന്ന് എഴുത്തിനിരുത്താം എന്നുള്ളത്. പക്ഷെ അവിടെ എഴുത്തിനിരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ തിരുവള്ളക്കാവിലും എഴുത്തിനിരുത്താറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടായപ്പോഴേ ഞങ്ങൾ മൂകാംബികയിൽ തന്നെയാണ് എഴുത്തിനിരുത്താൻ കൊണ്ടുപോയത്. ഇപ്പം ഞങ്ങളുടെ ത്രേയൂട്ടിനെയും കൊണ്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ് മൂകാംബികയിലേക്ക്. നമ്മൾ വൈകിട്ട് ട്രെയിനിൽ കയറി നമ്മൾ കാലത്തോട് കൂടി തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ നിന്നും ട്രാവലർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഫാമിലിക്ക് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഓപ്പോസിറ്റ് കിടക്കണ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ടാവും. അത് വിളിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ചിലപ്പോൾ നല്ല തിരക്കുള്ള ടൈമാണെങ്കിൽ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഓൾറെഡി നമ്മൾ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്രാവലർ. അപ്പോൾ അത് നമ്മളെ റിസീവ് ചെയ്യാൻ വരും. എത്ര പോയാലും മതി വരാത്തൊരമ്പലമാണ് മൂകാംബിക. നമുക്ക് പിന്നെയും അങ്ങോട്ട് നമുക്ക് പോകാൻ തോന്നും. ഈ ട്രിപ്പിൽ മൂകാംബിക മാത്രമല്ല, മൂകാംബികയിൽ നിന്ന് നമ്മൾ മുരുടേശ്വരം പോവും. മുരുടേശ്വരിൽ നിന്ന് ഉടുപ്പിയിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ, ബാക്ക് ടു ഹോം. അതാണ് നമ്മുടെ ഈ ട്രിപ്പിലെ പ്ലാൻ. ഈ വ്ളോഗിൽ പക്ഷെ ഞാൻ മൂകാംബികയുടെ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യണുള്ളൂ. വണ്ടി ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളതിൽ കയറി ഫ്രഷായി അമ്പലത്തിലേക്ക് വന്നു. സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ത്രിമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രസാദമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കലയായിട്ട് ബന്ധം ഉണ്ടാവും എന്നുള്ളത് ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ എഴുത്തിനിരുത്തുന്നത് ഈ ദേവിയുടെ മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. നമുക്ക് ക്യാമറ ഇവിടെ അലൗഡാണ്. അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളത് സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുന്നു. പുറത്തുനിന്നുള്ള വീഡിയോ ഒക്കെ നമുക്ക് അത്യാവശ്യം ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഈ ഫോട്ടോസ് ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ എടുത്ത ഫോട്ടോസാണ്. അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആദ്യം എഴുത്തിനിരുത്തിയതാണ്. ഇനി എൻ്റെ നെക്സ്റ്റ് ഇഷ്യൂവിന് എഴുത്തിയിരുത്തിയ ഫോട്ടോസ്. ഇപ്പം ഞങ്ങളുടെ ത്രയും അതെ എഴുത്തിനിരിക്കാൻ പോവാണ്. ത്രേട്ടം നല്ല അലമ്പായിരുന്നു. श्री गणपतये नमः गणपतये नमः श्री गुरुभ्यो नमः श्री गुरुभ्यो नमः ഐസ്ക്രീം പിടിച്ചേരാം. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇഷ്യൂ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നതുണ്ട്. അമ്പലത്തിൽ കുറച്ച് റിച്വൽസൊക്കെ നടക്കണം. കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്.
രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 സമയത്തും 3 രൂപയാണ് ദേവിക്കുണ്ടായിരിക്കുക. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും ദേവീനെ തൊഴുതിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പുറത്തിറങ്ങി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കുടജാദ്രി പോയി. ഞാനും ഏട്ടനും അമ്മയും പോയില്ല, ബാക്കി അവരെല്ലാവരും പോയി. പ്രാവശ്യം കുടജാദ്രി പോയി കാരണം പിന്നീട് എനിക്ക് അങ്ങോട്ട് പോയി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ വൈകിട്ട് അമ്പലത്തേക്ക് കുളിച്ച് തൊഴാനായിട്ട് വന്നു. ഇതാണ് നമ്മുടെ എഴുത്തിനിരുത്തിയ മണ്ഡലം. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അമ്പലത്തിന് പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇഷുവിൻ്റെ ഒരു റീൽ എടുക്കാനായിട്ട് ഞങ്ങൾ പർച്ചേസിങ് ചെയ്യണോടത്തിൽ പോയി. അവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും പോയി. വൈകുന്നേരത്തെ ഫുഡ് അടിക്ക് ശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് റെസ്റ്റ് ചെയ്തു. പിറ്റേന്ന് കാലത്ത് തന്നെ അമ്പലത്തേക്ക് ഞങ്ങൾ കുളിച്ച് തൊഴാനായിട്ട് വന്നു. നമ്മൾ ഇവിടെ നിന്ന് കാലത്ത് തൊഴുതതിന് ശേഷം കാലത്ത് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നമ്മൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ഉടുപ്പിയിലേക്കാണ് നമ്മൾ പോയത്. ഇഷു പിന്നെയും റീലിന് വേണ്ടിയിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ഉടുപ്പിയിലേക്കാണ് പോയത്. നമ്മുടെ ട്രാവലർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ടാറ്റ ബൈ, സീ യു.